ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പ്രതിഷേധം വലിയ രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. പ്രതിപക്ഷ കക്ഷികൾ, അതായത് മെഡിക്കൽ കോളേജ് വികസന അതോറിറ്റിയിൽ അംഗങ്ങളായിട്ടുള്ള കോൺഗ്രസിന്റെയും അതുപോലെ പ്രതിപക്ഷ അംഗങ്ങളുടെയും KM അഭിജിത്ത് അടക്കമുള്ള ഈ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉള്ളിലേക്ക് കയറാനുള്ള ഒരു ശ്രമമാണ് ഉണ്ടാകുന്നത്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി പെട്ടെന്ന് തന്നെ ഉണ്ടാകണമെന്നൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. നേരത്തെയും ഈ രീതിയിലുള്ള വലിയ അലംഭാവം ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ ആരോപണം പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. കോൺഗ്രസിന്റെ നേതാക്കൾ അവിടെ ഒരു ചെറിയ വാക്കേറ്റം ആണ് എന്നാണ് തോന്നുന്നത്. അതിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റമാണ് ഉണ്ടായത്. സലാം കേൾക്കുന്നുണ്ടെങ്കിൽ സലാമിന് തുടരാം. സലാമും ഇപ്പോൾ തുടരും. മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങൾ കത്തി നശിച്ചു എന്നുള്ള നിർണായകമായ വിവരങ്ങളാണ് സലാം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞ വാദങ്ങളെല്ലാം തന്നെയും, അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞ വാദങ്ങളെല്ലാം തന്നെയും പൂർണ്ണമായും തെറ്റ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. വലിയൊരു തീപിടുത്തം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിലാണ്. പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. പ്രാഥമികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് അവിടെ ഉപകരണങ്ങൾ കത്തി നശിച്ചു എന്നതടക്കമുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ സലാം നൽകുന്നുണ്ട്. ഷബീർ ഉമർ കൂടി ചേരുകയാണ്. ഷബീർ, ഉപകരണങ്ങൾ കത്തി എന്ന തലത്തിൽ അവിടെ നിന്നും സലാം റിപ്പോർട്ട് നൽകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വലിയൊരു തീപിടുത്തമായിരിക്കില്ലേ അവിടെ ഉണ്ടായ? ഈ സ്ഥലത്ത് കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഗുരുതരമായിട്ട് വീഴ്ചയുണ്ടായതിന് പ്രിൻസിപ്പൽ സംസാരിക്കണമെങ്കിൽ എന്നാൽ ഞങ്ങൾ പിന്നോട്ടുള്ളൂ. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് അവിടെ ഉള്ളത്. പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ്. ഈ പുക ഉയർന്ന ഷോർട്ട് സർക്യൂട്ടിലുണ്ടായ അത്യാഹിത വിഭാഗത്തിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ്. അവരുടെ ഗേറ്റിൽ പ്രവേശനവാർത്ത തടഞ്ഞിരിക്കുകയാണ്. അവർ പ്രിൻസിപ്പലിനെ കണ്ട് സംസാരിച്ചതിന് ശേഷമേ ഇവിടെ യൂത്ത് ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അവിടെ പ്രതിഷേധം നടക്കുന്നത് എന്നാണ് ഷബീർ ഉമർ അവിടെ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് മെഡിക്കൽ കോളേജിൽ കോൺഗ്രസിന്റെയും യൂത്ത് ലീഗ് പ്രവർത്തകരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഏറ്റവും പുതിയ നിർണായകമായ വിവരങ്ങൾ, ആശുപത്രിയിൽ ഉപകരണങ്ങൾ കത്തി നശിച്ചു എന്നുള്ള റിപ്പോർട്ടുണ്ട്. പ്രാഥമികമായി ലഭിക്കുന്ന വിവരമാണത്. ഉപകരണങ്ങൾ കത്തി എന്നുള്ളത് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ അതൊരു വലിയ തീപിടുത്തത്തിന് സാധ്യതയുണ്ട് എന്നുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ പുക ഉയർന്ന സമയത്ത് അവിടെ രോഗികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ആശുപത്രിയുടെ സർജറി വാർഡുകൾ പ്രവർത്തിക്കുന്ന, തിയേറ്ററുകൾ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അത്യാഹിത വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കെട്ടിടമാണ്. ആ കെട്ടിടത്തിലാണ് രണ്ടാം തവണ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. അതിനെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും, അതിന് സുരക്ഷ ഒരുക്കിക്കൊണ്ടിരിക്കും അവിടെ പോലീസ്. പാവപ്പെട്ട ജനങ്ങളെ സംരക്ഷിക്കേണ്ടത് വന്നിട്ടില്ലെങ്കിൽ കയറും 10 മിനിറ്റ് 2 മണിക്കൂറായി കാത്തിരിക്കുക. ഇവിടുത്തെ സൂപ്രണ്ടോ പ്രിൻസിപ്പളോ അനങ്ങുന്നില്ല, മിണ്ടുന്നില്ല. 10 മിനിറ്റ് കാത്തിരിക്കും. 4-5 നിലകളിലെ രോഗികളെ മാറ്റി എന്നുള്ള വിവരവും കൂടി പുറത്തു വരുന്നുണ്ട്. NOC ലഭിക്കാതെ എങ്ങനെയാണ് ഈ ബിൽഡിംഗിലേക്ക് രോഗികളെ? അഭിജിത്ത് മാധ്യമങ്ങളെ കാണുകയാണ്. അതിൽ കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി പറഞ്ഞു ബിൽഡിംഗിന്റെ സുരക്ഷയ്ക്ക് ശേഷം MK രാഘവൻ MP അടക്കമുള്ളവർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്.